തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് നാട്ടുകാർ തെരുവുനായ്ക്കളുമായി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. വളർത്തുമൃഗങ്ങളെ അടക്കം തെരുവുനായ്ക്കൾ കടിച്ചു തിന്നാൻ തുടങ്ങിയതിനെ തുടർന്നാണ് തെരുവുനായ്ക്കളുമായി നാട്ടുകാർ എറണാകുളം പള്ളുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചത്. കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി, ജോസ് മാവേലി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയത്. ഇടക്കൊച്ചി പള്ളുരുത്തി മേഖലയിൽ തെരുവുനായ്ക്കൾ കഴിഞ്ഞ ദിവസം 30ഓളം ആടുകളെ കൊന്നിരുന്നു. ഇതിൽ ഈ മേഖലയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെ നാട്ടുകാർ നിരവധി തെരുവുനായ്ക്കളെ പിടികൂടുകയും പോലീസിലും കോർപ്പറേഷനിലും അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ISL മത്സരം നടക്കുന്നതിനാൽ പോലീസുകാരെല്ലാം അതിന്റെ ഡ്യൂട്ടിയിലാണെന്നും ഇന്ന് വരാൻ സാധിക്കില്ലെന്നുമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവർക്ക് ലഭിച്ച മറുപടി. തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ ക്രമസമാധാന പ്രശ്നമൊന്നുമില്ലല്ലോ, അതിനാൽ വരാൻ സാധിക്കില്ലെന്ന് വീണ്ടും പറഞ്ഞു. ഇതിൽ ക്ഷുഭിതരായ നാട്ടുകാർ തെരുവുനായ്ക്കളുമായി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ജനങ്ങൾക്ക് മൈത്രി കിട്ടുന്നത് വിചാരിക്കുന്നു. അതിനല്ല, ആനിമൽ വെൽഫെയർ ബോർഡ് എന്ന് പറഞ്ഞാൽ അത് ആടും അതിനകത്ത് പെടില്ലേ? എത്ര ആട് ചത്തു? 30 എണ്ണം പോയി. നിരവധി പിഞ്ചുപാലങ്ങൾ ഇപ്പോഴും പട്ടിണികാടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആട് നോക്കുന്ന അവരുടെ കുടുംബങ്ങൾ നിരവധി പേർക്ക് ഈ ശല്യം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധത്തിന് ശേഷം നായ്ക്കളെ പോലീസ് സ്റ്റേഷന് മുന്നിലെ ആൽമരത്തിൽ കെട്ടിയിട്ട് പ്രതിഷേധക്കാർ പോവുകയും ചെയ്തു. കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി, ജോസ് മാവേലി തുടങ്ങിയവരുടെ പേരിൽ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.